ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പൂജ്യ രാജാക്കന്മാരുടെ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. സ്വന്തം ജനത പരിത്യജിച്ച ഒരാളെ കാണാനാണ് അന്യദേശത്ത് നിന്നും ചില ശ്രേഷ്ഠന്മാരെ എത്തിയത്. ഓർക്കണേ, ആരൊക്കെ പരിത്യജിച്ചാലും ചിലരൊക്കെ തേടിയെത്തും. എങ്ങനെയാണ് തേടിയെത്തുന്നത്? അതിബൃഹത്തായ ഈ ആകാശസീമയിലെ എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് ചില നിയമങ്ങളും ക്രമങ്ങളുമുണ്ട്. അവയ്ക്ക് അതുവരെ ദർശിച്ചിട്ടില്ലാത്ത ചില പ്രകാശവുമുണ്ട്. നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? ആകാശത്ത് ഒത്തിരി നക്ഷത്രങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങൾക്ക് പ്രകാശം കൂടുതലുണ്ട്. ഞാനിത് പറഞ്ഞത്, അന്ന് അതുവരെ ദർശിച്ചിട്ടില്ലാത്ത പുതിയ നക്ഷത്രം ആകാശത്ത് കണ്ടപ്പോൾ അത് പ്രപഞ്ചത്തിന്റെ ക്രമത്തെ തിരുത്താൻ തക്കവിധം എന്തോ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് ഇത് തിരിച്ചറിവുണ്ടായത്? ജ്ഞാനികളാണെന്ന് ഓർക്കണം. ഈ ജ്ഞാനികൾ വെറും ജ്ഞാനികളല്ല, അത് വാന നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നവരാണ്. അതിൽ ബഹുകേമന്മാരാണ് താരം. അങ്ങനെ വാന നിരീക്ഷണത്തിൽ അതിജ്ഞാനികളായവര് തിരിച്ചറിയാനിടയായി ഈ നക്ഷത്രത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരാ നക്ഷത്രം ലക്ഷ്യമാക്കി അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് തന്നെ അവർ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷകന്റെ ജനനം പ്രപഞ്ചത്തിന്റെ താളത്തിൽ മാറ്റം വരുത്തുകയാണ്. നമ്മൾ സംശയിച്ചിട്ടുണ്ടോ? രക്ഷകന്റെ ജനനം പ്രപഞ്ചത്തിന്റെ താളക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഓർക്കുക, ഇത് നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, താരതമ്യം ചെയ്ത് നോക്കി. ഒരുവന്റെ ജീവിതത്തിലേക്ക് ദൈവം വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ താളവും മാറേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ ഓർക്കുക, ഒരു മാറ്റമില്ലാത്ത ചില വ്യക്തികൾ, അല്ലേ, കഠിന ഹൃദയരെന്നൊക്കെ പറയും. പക്ഷെ ഓർക്കണേ, എപ്പോഴാണ് മാറ്റം വരുന്നത്? എന്റെ മുൻപിലായിരിക്കുന്ന വ്യക്തിയെ ഞാൻ തിരിച്ചറിയാൻ ഇടയാകുമ്പോഴാണ്. ഇല്ലേ? ഓരോ വ്യക്തികളും, കൂടപ്പിറപ്പുകള്, രക്തബന്ധുക്കള്, സ്വന്തം കൂരയ്ക്ക് കീഴിലുള്ളവര്, ആ വ്യക്തിയുടെ വാല്യൂ, മൂല്യം തിരിച്ചറിയാൻ ഇടയായിട്ടുണ്ടോ? ഇത് തിരിച്ചറിയാൻ ഇടയാകാതെ വരുമ്പോഴാണ് പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുക, ഏകാന്തത അനുഭവിക്കുക. ഓർക്കണേ, ഓരോ വ്യക്തിയുടെയും ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ ഇടവരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനും താളക്രമം ഉണ്ടാകും. ആ താളം ഇപ്പോൾ എങ്ങനെയാണ്? ഒരു വ്യക്തിക്കാണോ അതെയോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന താളമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഈ 3 രാജാക്കന്മാര് കിഴക്ക് നിന്ന് എത്തിയപ്പോൾ ഓർക്കുക, അവർ ജ്ഞാനികളായിരുന്നു. ജ്ഞാനികൾ ആരെയാ തേടി വന്നത്? രാജാവിനെ തേടി വന്നത്. അവര് തേടി വന്നിട്ട് എന്താ ഈ 3 ജ്ഞാനികളുടെ ജീവിതവും കൂടി എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 3 ജ്ഞാനികൾ. ബെൽതസർ എന്ന ആദ്യത്തെ ജ്ഞാനി. ബെൽതസർ, ആ പേരിന്റെ അർത്ഥം തന്നെ ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്നാണ്, ദൈവിക സംരക്ഷണം എന്നാണ്. ആദ്യത്തെ രാജാവ് ദൈവിക സംരക്ഷണം എന്ന പേരിന്റെ ഉടമയായിരുന്നു ബെൽതസർ. രണ്ടാമത് കാസ്പർ ആണ്. കാസ്പർ മാസ്റ്റർ ഓഫ് ട്രഷേഴ്സ് എന്ന് പറയുക. എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ പറ്റുന്ന അധിപനാണ്. മാസ്റ്റർ ഓഫ് ട്രഷേഴ്സ്, എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ പറ്റുന്ന അധിപനാണ്. 3 മെൽക്കിയോ. മേലക്കെന്ന വാക്ക് മെൽക്കിയോ, കിങ് ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്, വെളിച്ചത്തിന്റെ രാജാവ് എന്ന് വെച്ചാൽ ഇത് 3 രാജാക്കന്മാരുടെ
ചൂണ്ടുന്നതാണ്, ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതായത് ദൈവിക സംരക്ഷണം നൽകുന്നു, എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ പറ്റുന്ന അധിപന, വെളിച്ചത്തിന്റെ രാജാവാണ്. അപ്പോൾ കിഴക്ക് നിന്നവർ വെറുതെ ഒരു ഊപ്പകളായിരുന്നില്ല. ചിലർ പറയും ഊപ്പയാണ്. നിസ്സാര ജീവനങ്ങളെയൊക്കെ നമ്മൾ അങ്ങനെ വെറുതെ ആക്കി കളയുന്നേ. ചില വ്യക്തികൾക്ക് വാല്യൂ നമ്മുടെ വാക്കുകളിൽ ഇടിച്ചതാക്കുക, അതല്ലേ അവരുടെ പ്രശ്നം. ഓരോ വ്യക്തികളും നമ്മൾ കാണേണ്ടതും വിളിക്കപ്പെടേണ്ടതും എങ്ങനെയാണ്? ആ വ്യക്തിയുടെ വില മനസ്സിലാക്കിയ പേരിന്റെ വില അറിയുന്നുണ്ടോ നമ്മള്? ഓരോ പേരിന്റെയും വില അറിയുന്നുണ്ടോ നമ്മള്? പേരിന്റെ അപ്പനാണെന്നുള്ള പേരിന്റെ വില മക്കൾ മനസ്സിലാക്കുന്നില്ല. അമ്മയാണെന്നുള്ള പേരിന്റെ വില മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവര് തണ്ടയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. ഇന്ന് ശരിയാണോ പ്രിയപ്പെട്ടവരെ? അർക്കുക, ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്, ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളിലുള്ളതാണ്. അതിനാൽ ഇവര് സമർപ്പിച്ച കാഴ്ച സമർപ്പണത്തിന്റെ വിലയെ കൂടി നമ്മൾ മനസ്സിലാക്കണം. ബെൽതസ്സർ സമർപ്പിച്ചത് മീറയാണ്. മീറ കലർത്തിയ സുഗന്ധക്കൂട്ട്. ഓർക്കണേ, മീറ മരണം വഴി ലൈംഗിക സംരക്ഷണം കൊടുക്കുന്നതാണ്. മീറ മരണം വഴി ലൈംഗിക സംരക്ഷണം കൊടുക്കുന്ന, മരണത്തിന്റെ ശവമഞ്ചത്തിൽ ഇടുന്നതാണ് മീറ. സുഗന്ധക്കൂട്ട് കൂട്ടിയതാണ്. അത് എന്തിനാണ്? ലൈംഗിക സന്തോഷം കൊടുക്കുന്നതാണ്. രണ്ടാമത് കാസ്പർ സമർപ്പിച്ചത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം ധൂപം ആരാധനയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. ദൈവികതയിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഉയരുന്ന അനുഭവമാണത്. ആരാധനയിലേക്ക് നയിക്കപ്പെടുന്ന സമർപ്പണമാണ്. മൂന്നാമത് മെൽക്കിയോർ സമർപ്പിച്ചത് സ്വർണമാണ്. സ്വർണം സകല അധികാരങ്ങളുടെയും അനുഭവമാണ്. സകല അധികാരങ്ങളുടെയും പ്രതീകമാണ് സ്വർണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അധികാരം വഴി എന്താണെന്ന് സംഭവിക്കുക? അധികാരം, സർവാധിപത്യത്തിന് ഇട കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ന്. എല്ലാവരെയും അടച്ചു ഭരിക്കാനുള്ളതല്ല അധികാരം. അധികാരം എന്നുള്ളത് വഴിതെളിക്കാനുള്ളതാണ്. ഈ ഒരു സംരക്ഷണമല്ലേ നമുക്ക് വേണ്ടത്? അതിനാൽ കാഴ്ച സമർപ്പണം നടത്തുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാൻ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ അത് മരണം വഴി ദൈവത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നതാണോ? അത് ആരാധനയിലേക്ക് എന്നെ അടുപ്പിക്കുന്നതാണോ? അത് വഴിതെളിക്കുന്ന അനുഭവമാണോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് രാജാക്കന്മാരുടെ പേരും അവര് സമർപ്പിച്ച കാഴ്ച വസ്തുക്കളും എന്താണ് വ്യക്തമാക്കുന്നത്? ആ വ്യക്തി ആരാ എന്നുള്ളത്. കുമ്പിട്ട് താഴ്ന്നുകൊണ്ടാ കൊടുത്തത്. ഇന്ന് പ്രിയപ്പെട്ടവരോട് ഒരു പ്രായോഗികമായ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കാനിരിക്കുന്നത് എങ്ങനെയാണ്? കസേരയിൽ മലർന്നിരിക്കും, അല്ലെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കും, അല്ലേ? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ രീതിയിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ, അല്ലേ? നമ്മുടെ മാതാപിതാക്കന്മാരെ മുട്ടുകുത്തി കൈ തിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ച ത്യാഗത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നോ കസേരയിൽ ഇങ്ങനെ എഴുതിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഇത് ത്യാഗമുള്ളത്. കാരണം എന്താണെന്നറിയാമോ? എന്റെ മുമ്പിൽ ദൈവ സാന്നിധ്യം ഞാൻ ചിന്തിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ദൈവാലയത്തിൽ വരുമ്പോഴായാലും നമ്മൾ കരം കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ആരാധനയുടെ ഏറ്റവും ഭാഗ്യമായ ഒരു അനുഭവം. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയുടെ വാല്യൂ, ആ ഡിഗ്നിറ്റി മനസ്സിലാക്കിയാൽ കരം കൂട്ടും. ആ ബോധ്യമില്ലെങ്കിലോ നമ്മൾ വേറെ പല ഫിസിക്കൽ പോസ്റ്റേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം, ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ തമ്പുരാനോട് ഞാൻ എങ്ങനെ ആരാധന സമർപ്പിക്കുക? ആ ആരാധനയുടെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വഴിതെളിക്കുന്ന അനുഭവമായി തീരട്ടെ. അത് ഉയരങ്ങളിലേക്ക് പ്രാർത്ഥനകളായി തീരട്ടെ. അങ്ങനെ ദൈവാനുഭവമുള്ള ഒരു ആരാധനയായി നമ്മുടെ കാഴ്ച വസ്തുക്കൾ തീരട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പൂജ്യ രാജാക്കന്മാരുടെ എല്ലാ മധ്യസ്ഥവും ഞാൻ യാചിക്കുന്നു.